ശ്രീ ലാൽകുമാർ, ലാൽകുമാർ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു വന്നത് പരിഷ്കാരങ്ങൾ ഇന്ത്യക്ക് ഗുണം ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് ചങ്ങാത്ത മുതലാളിത്തത്തെ പ്രത്യേകമായി പരാമർശിച്ചിരുന്നു. ഹരീഷ് ഖേറെ ഇന്നെഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഈ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അവർ പ്രധാനമന്ത്രിയോട് നേരിട്ട് ഒരു പരാതി പറയുകയാണ്, മാവോയിസ്റ്റുകൾ വലിയ ശല്യമാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രിക്ക് എന്ന്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, ഈ സിസ്റ്റം അവരോട് നീതി കാണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാകില്ല എന്ന് മറുപടിയാണ്. ഞെട്ടിപ്പോയി ആ വ്യവസായികളെന്നാണ് പറയുന്നത് ആ മറുപടി കേട്ടിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, സോഷ്യോ പൊളിറ്റിക്കലായ കാര്യങ്ങളിൽ ഈ പറയുന്ന ക്രോണികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾ, അവരെ പിണക്കാനും അദ്ദേഹം മടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇന്ത്യ അഗെയിൻസ്റ്റ് മൂവ്മെൻറ്റിനെ ഇതേ കോർപ്പറേറ്റുകൾ സഹായിച്ചപ്പോൾ അവരെ ആൻസറബിൾ ആക്കുന്ന എന്തെങ്കിലും സർക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് ഹരീഷ് ഖേറെ ചോദിച്ചപ്പോൾ അത്തരം വഴികൾ എൻ്റേതല്ല എന്ന് തുറന്നു പറഞ്ഞ ഒരാളാണ് മൻമോഹൻ സിംഗ് എന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. അങ്ങനെയും വായിക്കപ്പെടേണ്ടേ മൻമോഹൻ സിംഗിനെ? നിശ്ചയമായും. നോക്കൂ, അജിംസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണം. നമ്മൾ എന്തിനാ അത് ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുന്നു? ക്രെഡിറ്റ് കൊടുക്കണം. ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പം താങ്കൾ പറഞ്ഞ ആ സെന്റൻസ് ഞാൻ എടുത്ത് നോക്കുമായിരുന്നു. ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ, അല്ലെങ്കിൽ ഉണ്ടാകാമല്ലോ എന്നൊരു പ്രധാനമന്ത്രി പറയുന്നു. അത് ഇപ്പോ പറയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് ആ കമ്പാരിസൺ ഞാൻ നടത്തുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെ പറയാൻ പറ്റുമെന്ന്. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ പറയുമോ? ഞാൻ അത്ഭുതപ്പെടുന്നു. മാവോയിസ്റ്റുകളെ അടിച്ചമർത്തേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അവരുടെ പ്രശ്നങ്ങളെയല്ലേ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ആസ് എ നേഷൻ സ്റ്റേറ്റ് നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും വലിയ ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ, അതൊരു സെപ്പറേറ്റ് ഡിബേറ്റ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളാണ് മൻമോഹൻ സിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല, അതിനകത്തൊരു സംശയം പോലും വരാൻ പാടില്ല. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം, പക്ഷെ അദ്ദേഹം ജനങ്ങളുമായി പീപ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പീപ്പിൾ സെൻട്രിക് മാൻ ആയിരുന്നു അദ്ദേഹം എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ കോൺഗ്രസിന് ബാലൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വലിയ ചോദ്യം. 99 കരൺ താപ്പറുമായിട്ട് നടന്ന ഒരു അഭിമുഖത്തിൽ ഇതിന് അദ്ദേഹം വിശദമായി മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, രാഷ്ട്രീയക്കാരനായിരിക്കുക പഠിച്ച കാര്യങ്ങൾ എക്കണോമിക്സിൽ ആപ്ലിക്കബിൾ അല്ല. എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, എക്കണോമിക്സ് പഠിച്ചേ മതിയാവൂ. സ്കൂളിലും കോളേജിലും പഠിച്ച രാഷ്ട്രീയക്കാർ എക്കണോമിക്സിൽ അവരുടെ ആ ഒരു വിസ്ഡം അപ്ലൈ ചെയ്താൽ മാത്രം പോരാ എന്ന ഉറച്ച അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്. ഇന്നത്തെ പ്രശ്നം എന്നറിയോ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലം മാത്രം കോൺഗ്രസ് നിന്നാ പോരല്ലോ. കോൺഗ്രസ് മൻമോഹൻ സിംഗിനും നരസിംഹറാവുവിനും അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞിട്ടും നിൽക്കണമല്ലോ. അവിടെ സാമ്പത്തിക ശാസ്ത്രം മാത്രം പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അതാ ജനങ്ങളെ എങ്ങനെ നമ്മളിലേക്ക് അടുപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൂടെ നോക്കാതെ സാമ്പത്തിക ശാസ്ത്രം ലോജിക്കാണ്, മറ്റേത് ലോജിക് അല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ പറയുന്ന 10-15 വർഷമായിട്ട് നമ്മൾ ഇപ്പുറത്ത് ഇരുന്ന് ഷാബു പ്രസാദിന്റെ പാർട്ടി ചെയ്യുന്നത് മോശമാണ്, തെറ്റാണെന്ന് നമ്മൾ ഇപ്പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അവിടുത്തെ പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. നോക്കൂ, അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഡോക്ടർ സിംഗിനെ പ്രൈം മിനിസ്റ്ററായിട്ട് വെക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു, UPA 1 തീരുമാനിക്കുന്നു. ആ UPA 1 തീരുമാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അന്ന് തൊട്ടേ ഉള്ള വിമർശനമാണ്, അദ്ദേഹത്തിന് ഒരു ജനകീയ നേതാവല്ല. ജനകീയ നേതാവല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രിയാകുമ്പം ആ പാർട്ടി ചെയ്യേണ്ടത് എന്താണ്? മറ്റ് ജനകീയ മുഖങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളൊരു ജോലിയാണ് ആ പാർട്ടിയുടെ. കാര്യം ഈ പറയുന്ന അദ്ദേഹം കൊണ്ടുവന്ന സ്കീംസ്, പോളിസീസ്, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു പാർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നയം കൂടെയാണ്, അല്ലെങ്കിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന് ലെഫ്റ്റിന്റെ സപ്പോർട്ടോടുകൂടി വരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി. അത് മാത്രമല്ല, ഡോക്ടർ സിംഗിന് ശേഷം യഥാർത്ഥത്തിൽ ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ നിന്ന് രാഹുൽ ഗാന്ധി വീണ്ടും തുടങ്ങേണ്ട വന്നു എന്നുള്ളതാണ്. 10 വർഷത്തെ സിംഗിന്റെ കാലയളവ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ നേതാവായി രാഹുൽ ഗാന്ധിക്ക് മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾ പറഞ്ഞ വിമർശനത്തിന്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോയിന്റിന് കാര്യമുണ്ട്. പക്ഷേ ഡോക്ടർ സിംഗ് അധികാരത്തിൽ നിന്ന് പോയ ശേഷവും 5-8 വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു മെച്യൂർഡ് ലീഡറായി മാറുന്നത് എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസിനകത്ത് ഉള്ളിൽ വന്ന ഒരു വലിയ വാക്വമാണ്.
ഞാൻ പറയുന്നതിന്റെ സതുദ്ദേശം മനസ്സിലാക്കി ജനങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇപ്പുറത്തേക്കുന്ന ലെഫ്റ്റ് നിൽക്കുന്ന ഒരാള് വിമർശിക്കുക അവരെ എങ്ങനെ പറയത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്താൽ പിന്നെ എനിക്കൊന്നും കേൾക്കുന്ന ആൾക്കാരോട് പിന്നെ ഒന്നും പറയാനില്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്, ഈ പറയുന്ന ഡോക്ടർ സിംഗിന്റെ കാലം കഴിഞ്ഞിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ഡോക്ടർ സിംഗിന്റെ ഒരു പ്രശ്നം എന്നു വെച്ചാൽ, ഡോക്ടർ സിംഗ് ഇതൊക്കെ ചെയ്യുമ്പോഴും നോക്കൂ, ചിദംബരം അരുൺ ജെയ്റ്റ്ലിയും കൂടെ ചേർന്ന് പങ്കെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് കരൺ താപ്പറും രാജ്ദീപ് സർദേശായും ഒരുമിച്ചിരുന്ന് അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഭാഗമാണ്. രാജ്ദീപ് സർദേശായിയുടെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി ഉള്ള കാലത്താണ്. അന്ന് അരുൺ ജെയ്റ്റ്ലി ഫൈനാൻസ് മിനിസ്റ്ററാണ്. അതിനകത്ത് ചിദംബരം പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ചിദംബരം പറയുന്നുണ്ട്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന് വിട്ടുകൊടുക്കാതെ 2G സ്പെക്ട്രം നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ന് ചിദംബരം അദ്ദേഹത്തോട് പറയുന്നതാണ്. അദ്ദേഹം പേഴ്സണലി ഹി മെയ്ഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഡോക്ടർ സിംഗ് അത് കേട്ടില്ല. ഡോക്ടർ സിംഗ് വെയിറ്റഡ് ഫോർ ദ സുപ്രീം കോർട്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ഡാമേജിങ് ആയിപ്പോയി എന്ന് ചിദംബരം അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള എക്കണോമിക്സ് അറിയാവുന്ന വെച്ചാൽ ചിദംബരം ഹാർവർഡിൽ നിന്ന് MBA ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെ ചെയ്ത ഒരാള് അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്യുകയും യഥാർത്ഥത്തിൽ അദ്ദേഹം കേൾക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പല ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ, ഡോക്ടർ സിംഗ് എന്ന ആളുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ചേഞ്ചസ് യഥാർത്ഥത്തിൽ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ചസ് പോലും ഉണ്ടാക്കും. ഇപ്പൊ നോക്കൂ, ഇപ്പം ഞാൻ ആ ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് ഞാൻ വിമർശനാത്മകമായി പറഞ്ഞെങ്കിൽ പോലും അന്ന് ക്രോണിക് ക്യാപിറ്റലിസം എന്ന് വിളിച്ച അതേ കാര്യത്തെയാണോ നമ്മൾ ഇന്ന് ക്രോണിക് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്? ഇന്ന് ചിലപ്പോൾ അന്നത്തേനെ ചിലപ്പോൾ സോഷ്യലിസം എന്ന് വിളിക്കേണ്ടി വരും. അത്രയും ക്രോണിയായി വീണ്ടും 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 പ്രോഫിറ്റ് മാക്സിമൈസേഷന് ഈ കോർപ്പറേറ്റ് യൂണിറ്റുകൾക്ക് ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലിയായി സർക്കാരിന്റെ മാറി എന്നുള്ളതാണ്. ഹെവിലി ആയിട്ട് ആൾക്കാരെ ടാക്സ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം ലിബറലൈസേഷൻ എന്ന് പറയുന്ന ആസ്പെക്ടിന് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ക്രിറ്റിസിസംസ് ആസ് വെൽ. നമ്മൾ ഈ പണ്ട് ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അൺനോട്ടീസ്ഡ് കോൺസിക്വൻസ് ഓഫ് ദാറ്റ് ആക്ഷൻ ഷുഡ് ഓൾസോ ബി ടേക്കൺ ബൈ മീ. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം. കാര്യം ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കോൺസിക്വൻസ് ചിലപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടാവും. ആ കോൺസിക്വൻസും എന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ നിന്ന് ഡോക്ടർ സിംഗിന് ഒഴിയാൻ പറ്റില്ല. പക്ഷെ ഡോക്ടർ സിംഗ് ആസ് എ പേഴ്സൺ, ആസ് എൻ എക്കണോമിസ്റ്റ്, ഹി ഹാസ് ഡൺ വണ്ടേഴ്സ് ഫോർ ഇന്ത്യ. അതിനകത്ത് ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒറ്റ വിമർശനം കൂടെ ഞാൻ ഉന്നയിക്കാം. രാഹുൽ ഈശ്വറിനെതിരാണ്. രാഹുൽ ഈശ്വറിനെതിരാണെന്നൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ എന്തായാലും പറയാം. നോക്കൂ, ഈ പറയുന്ന അന്തരീക്ഷം, മീഡിയ വൺ എന്നെ വിളിക്കുന്നതും രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നതും ഷാബുജിയെ വിളിക്കുന്നതും എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഡോക്ടർ സിംഗിന്റെ ഒരു ഇതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മോഡി ഗവൺമെന്റിനെ നോക്കൂ, ഈ മീഡിയ വണ്ണെ തന്നെ പൂട്ടിച്ച ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള ഒരു വിമർശനവും കൂടെ രാഹുൽ ഈശ്വർ